ഒരു ഹെൽത്ത് പ്രൊട്ടക്ഷൻ എടുക്കേണ്ടതിന്റെ ആവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സാധാരണഗതിയിൽ നമ്മൾ എല്ലാവരും തന്നെ 5 ലക്ഷത്തിന്റെയോ 10 ലക്ഷത്തിന്റെയോ ഒക്കെ കവറേജ് ആണ് എടുക്കാറുള്ളൂ. ഇന്ന് മിനിമം ഒരു 10 ലാഖിന്റെ കവറേജ് ഇല്ലാതെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ ഫാമിലി ആയിട്ട് എടുക്കുമ്പോൾ മിനിമം ഒരു 10 ലാഖെങ്കിലും എടുക്കണം. കാരണം ഹോസ്പിറ്റൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് അത്രയധികം വർദ്ധിച്ചു വരികയാണ് ഓരോ ദിവസം ചെല്ലുമ്പോൾ. അപ്പോൾ നമ്മൾ കൃത്യമായ ഒരു കവറേജ് നമുക്ക് ഇല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി അല്ലെങ്കിൽ ഒരു ഉം, നിർഭാഗ്യവശാൽ നമുക്ക് ഏതെങ്കിലും ഗുരുതരമായ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിന് കവറേജ് കിട്ടാതെ പോകും. അപ്പോ ഒരു വ്യക്തി ഒരു 10 ലക്ഷത്തിന്റെ കവറേജ് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്താ പറയാ, അൺലക്കി അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ഗുരുതര രോഗം വന്നു, ഏതെങ്കിലും രീതിയിലുള്ള ആക്സിഡന്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നു, അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു. അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു 25 ലക്ഷത്തിന്റെയോ 50 ലക്ഷത്തിന്റെയോ ട്രീറ്റ്മെന്റ് ആണ് എടുക്കാൻ പോകുന്നതെങ്കിൽ സാധാരണ രീതിയിൽ എന്താണ് ചെയ്യുക? 10 ലക്ഷത്തിന്റെ കവറേജേ ഉള്ളൂ. ബാക്കിയുള്ള തുക ആരോടെങ്കിലുമൊക്കെ കടം മേടിച്ചോ, വീട് പണയപ്പെടുത്തിയോ, അല്ലെങ്കിൽ വിറ്റോ, കയ്യിലുള്ള സമ്പാദ്യങ്ങളെല്ലാം വിറ്റഴിച്ചിട്ടോ അങ്ങനെയൊക്കെയാണ് പലരും ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള പണം കരുതുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ പെട്ടെന്ന് തന്നെ ഒരു ആപത്തിലേക്ക്, കടക്കെണിയിലേക്കൊക്കെ വീണു പോകുന്നത് അങ്ങനെയാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു 10 ലക്ഷത്തിന്റെ കവറേജേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു മെഡിക്കൽ എമർജൻസി വന്നു, ഒരു 30-50 ലക്ഷത്തിന്റെ ഒരു കവറേജ്, ഒരു ക്ലെയിം വേണ്ടി വന്നാൽ നമ്മൾ പെട്ടെന്ന് നമ്മളെ സഹായിക്കാൻ ആരാണ് ഉണ്ടാവുക? നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ പോലും ചിലപ്പോൾ ഒരു 10-20 രൂപ തന്നേക്കാം. പക്ഷെ അതിലപ്പുറം ഒരു വലിയ തുക തന്നൊന്നും സഹായിക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. പക്ഷെ ആ സമയത്ത് നമുക്കൊരു മെഡിക്കൽ, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി നമ്മളെ അത്തരം ഒരു സ്കീമിലൂടെ സഹായിക്കുകയാണെങ്കിൽ അത് എത്ര വലിയ കാര്യമായിരിക്കും അല്ലോ. അപ്പോൾ ICICI ലംബാർഡിന്റെ എലിവേറ്റ് എന്ന ഏറ്റവും പ്രസിദ്ധമായ, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സ്കീമിലൂടെ, ഒരു ഇൻഫിനിറ്റി കവർ എന്ന ഓപ്ഷനിലൂടെ നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു കവറേജിനും അപ്പുറം ഒരു വലിയ എമൗണ്ടിന്റെ ഒരു ക്ലെയിം വേണ്ടി വന്നാൽ ഒരു റിക്വസ്റ്റ് കൊടുത്താൽ ജീവിതത്തിൽ ഒരേ ഒരു തവണ ആ ഒരു ബില്ല് സെറ്റിൽ ചെയ്യാനായിട്ട് കമ്പനി അനുവദിക്കും. അത് വലിയൊരു കാര്യമാണ്. കാരണം അത്തരം ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആകെ പകച്ചു പോകുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നമുക്കൊരു കൈത്താങ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ നമ്മളുടെ ഹെൽത്ത് പ്രൊട്ടക്ഷൻ തരുന്ന കമ്പനി നമ്മളെ സഹായിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഈ ഒരു മഹത്തായ ഒരു ബെനിഫിറ്റ് വേറെ ഒരു പോളിസിയിലും കിട്ടൂല. അപ്പോൾ ഏറ്റവും നല്ല ഒരു സ്കീം എന്ന് പറയുന്നതിൽ നമുക്ക് ഏതെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വരുന്ന സമയത്ത്, ഒരു അത്യാഹിത സംഭവം നടക്കുന്ന സമയത്ത് നമുക്ക് ഹെൽപ്ഫുൾ ആവുക എന്നുള്ളതാണ് ഒരു പ്രൊട്ടക്ഷൻ എടുക്കുക എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു സംഗതിയിൽ നമുക്ക് അത് ഒരു പ്രാവശ്യം ജീവിതത്തിൽ നമുക്ക് ഓപ്ഷൻ എടുക്കാൻ സാധിക്കുള്ളൂ എങ്കിൽ പോലും ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വളരെയധികം പ്രയോജനകരമായിരിക്കും അല്ലെ. നമ്മുടെ ഒരു സമ്പാദ്യവും നഷ്ടപ്പെടുത്താതെ, നമ്മുടെ വീടോ മറ്റോ ഒന്നും പണയപ്പെടുത്താതെ നമുക്ക് ആ ഒരു ബില്ല് സെറ്റിൽ ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത് വളരെ സമാധാനം തരുന്ന ഒരു കാര്യമാണ്. നമുക്ക് വളരെ ആശ്വാസകരമായ ഒരു സപ്പോർട്ട് കൂടിയാണ്. അപ്പോൾ ഇതുവരെയും ഒരു ഹെൽത്ത് പ്രൊട്ടക്ഷൻ എടുക്കാതെയൊക്കെ പിന്നെ ആവട്ടെ ഇത് എന്തിനാണെന്നൊക്കെ ചോദിച്ച് മാറ്റി വെക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ സ്കീം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരു ഹെൽത്ത്, എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഇൻഷുറൻസ് കിട്ടുകയുള്ളൂ. ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നതിന് ശേഷം ഒരു കമ്പനിയും നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് തരാനായിട്ട്, ആ റിസ്ക് ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവില്ല. അപ്പോൾ എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കുമ്പോൾ എടുക്കുക. അത് മാക്സിമം നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള സ്കീമുകൾ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതും. ടേക്ക് കെയർ.